എൻജോയ് ചെയ്ത ഒരു പരിപാടിയായിരുന്നു. എന്താണെന്ന് വെച്ചാൽ സമയമെടുത്ത് ചെയ്തുകൊണ്ടേ നമ്മൾ ചില സാധനങ്ങൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പിന്നെ മാറ്റി ലിറിക്സ് മാറ്റും, അല്ലെങ്കിൽ മെലഡി മാറ്റണം തോന്നി അത് മാറ്റും, അങ്ങനെയൊക്കെ ചെയ്തതാണ്. അതുകൊണ്ട് ഒരു നല്ല രസമുള്ള പരിപാടിയായിരുന്നു തട്ടത്തിൽ. തട്ടത്തില് തക്കത്തില് തന്നിട്ട് പോയതിന്ത് നെഞ്ചിൻ വിജാഗിരി തള്ളിത്തുറന്നിട്ട്. തട്ടത്തിൽ ആക്ച്വലി ഇങ്ങനെയാണ് ചെയ്തത്. ലിറിക്സ് എഴുതി, അതായത് ലൈവായി ലിറിക്സ് എഴുതി അങ്ങനെ കമ്പോസ് ചെയ്തതാണ്. പിന്നെ ഇതിൽ ബാക്കി ട്രാക്കൊക്കെ മെലഡി ഉണ്ടാക്കിയതിന് ശേഷം ലിറിക്സ് എഴുതിയതാണ്. ഞാൻ ആക്ച്വലി ഒരു സിംഗറാണെന്ന് എനിക്ക് പറയാൻ ധൈര്യമില്ല. എന്നുവെച്ചാൽ ഞാൻ നല്ലൊരു സിംഗറല്ല, വളരെ കുറേ ലിമിറ്റേഷൻസ് ഉള്ള ഒരു സിംഗറാണ്. സിംഗർ എന്ന് തന്നെ പറയുകയാണെങ്കിൽ ഞാൻ പറയും ഞാൻ ഭയങ്കര ലിമിറ്റേഷൻസ് ഉള്ള സിംഗറാണ്. എൻ്റെ ഫോക്കസ് എപ്പോഴും സിനിമ ചെയ്യാന്നില്ല. അതുകൊണ്ട് ഇൻഡിപെൻഡൻറ്റ് ട്രാക്കിന് വേണ്ടി സമയം സ്പെൻഡ് ചെയ്യാനുള്ള അതിനുവേണ്ടി ഒരു എഫേർട്ട് ഇടാൻ ഭയങ്കര ജെന്യൂനായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല ചില സമയത്ത്. ഞാൻ പാട്ട് രണ്ട് രീതിയിലാണ് കേൾക്കും. ഞാൻ ആക്ച്വലി ഒരു ദിവസം ഒരു മണിക്കൂർ 2 മണിക്കൂർ പാട്ട് കേൾക്കും. വളരെ തള്ളുന്നതല്ല, എന്തായാലും കേൾക്കും. കണ്ടിന്യൂസ് ഒരു മണിക്കൂർ. കമന്റ് കുറെ വന്നതെന്ന് വെച്ചാൽ എനിക്ക് ഈ പാട്ടുകളുടെ സമയത്ത് എൻ്റെ പണ്ടത്തെ കാവ്യ ഓർമ്മ വന്നു, അല്ലെങ്കിൽ പണ്ടത്തെ സ്കൂൾ കാലം ഓർമ്മ വന്നു, നൊസ്റ്റാൾജിയ വന്നു. ഞാൻ എനിക്ക് വേണ്ടിയിട്ടൊന്നുമല്ല പാട്ടുണ്ടാക്കുക. അതായത് എനിക്ക് വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ പാട്ടുണ്ടാക്കാറില്ല. മറ്റുള്ള ആൾക്കാരെ കേൾക്കാൻ വേണ്ടിയിട്ടാണ് പാട്ടുണ്ടാക്കുക. വേറെ ആൾക്കാരെ കേട്ടിട്ട് അവർക്ക് അതിൽ നിന്ന് എന്തെങ്കിലും ഒരു നൊസ്റ്റാൾജിയ, ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു ഫീലിങ്സ് വന്നു എന്ന് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം. കാറ്റില് വാസന കാതലിൻ വാസന ലാഞ്ചന ലാഞ്ചന നെഞ്ചിലാലോചന. താങ്ക് യു. സിനിമാ പ്രാന്തൽ നിന്ന് കൂടെ ഉള്ളത് ശ്രീഹരി കെ നായരാണ്. ശ്രീഹരി, വെൽക്കം ടു സിനിമാ പ്രാന്തൽ. താങ്ക് യു. സോ ഇപ്പോൾ തട്ടത്തിൽ എന്ന് പറയുന്ന പാട്ടിൻ്റെ പിന്നിൽ മ്യൂസിക് കമ്പോസിഷൻ ആൻഡ് പാടിയതും എല്ലാം ശ്രീഹരി. അപ്പം ഈ പാട്ടാണ് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇപ്പം എല്ലാവരും കേട്ട് നമുക്ക് ഭയങ്കര ഒരുപാട് നൊസ്റ്റാൾജിയയിലേക്ക് എത്തുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങളായിട്ട് കമ്പയർ ചെയ്ത് പോവാണ്. സോ ഈ ഒരു പാട്ട് കമ്പോസ് ചെയ്ത രീതി എങ്ങനെയെന്ന് നമുക്ക് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യാം. ആക്ച്വലി ഈ പ്രോജക്റ്റ് ചെയ്യുന്നത് ആദ്യം നമ്മൾ മണിയറ ലക്ഷകം എന്ന് പറഞ്ഞ ഫിലിം ചെയ്തു. അപ്പോൾ അതേ ടീം തന്നെയാണ് ഇതും ചെയ്തത്. ഈ ഫിലിമിനെ പറ്റി ചിന്തിച്ച സമയത്ത് ഓൾറെഡി നമ്മളിങ്ങനെ കുറച്ച് പാട്ടുകൾ ഉണ്ടാവും, എങ്ങനെയൊക്കെ ആയിരിക്കും ഇതിൻ്റെ മൂഡ് എന്നുള്ളത് പണ്ട് തൊട്ടേ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ ഈ അഭിലാഷം എന്നുള്ള ഒരു ഫിലിം ആലോചിക്കുന്ന സമയം തൊട്ടേ ഞാൻ ഒന്നിച്ചുള്ളതുകൊണ്ട് ഇങ്ങനത്തെ പാട്ടുകളൊക്കെ ആയിരിക്കും ഉണ്ടാവുക എന്നുള്ളത് ഒരു ധാരണ ഉണ്ടായിരുന്നു. നമ്മൾ ഫിലിം ഓണായി കഴിഞ്ഞിട്ട് ഇതാണ് സംഭവം, ഒരു സിറ്റുവേഷൻ പറഞ്ഞു. അങ്ങനെ ഇത് ലിറിക്സ് ചെയ്തൊരു ഷർഫൊക്കെ ലിറിക്സ് ചെയ്ത്. ഷർഫൊക്കെ ഞാനും കൂടി ഇങ്ങനെ ഷർഫൊക്കെ വീട്ടിൽ വന്നു. ഷർഫൊക്കെ ഒരു 2 വരി എഴുതി, അത് ഞാൻ കമ്പോസ് ചെയ്തു. പിന്നെ 2 വരി എഴുതി കമ്പോസ് ചെയ്തു. അങ്ങനെയാണ് ഈ പാട്ട് ചെയ്തത്. ഒരു പ്രോപ്പർ ഒരു മെലഡി ഉണ്ടാക്കി അയച്ചു കൊടുക്കുക, ലിറിക്സ് എഴുതി തിരിച്ചു വരിക, അല്ലെങ്കിൽ ഒരു ലിറിക്സ് എഴുതി വന്നതിന് ശേഷം കമ്പോസ് ചെയ്യുക, അങ്ങനെ ഒരു പ്രോസസ്സ് ആയിരുന്നില്ല. ഈ പറഞ്ഞ പോലെ 2 വരി എഴുതി കമ്പോസ് ചെയ്യുക, 2 വരി എഴുതി പിന്നെയും കമ്പോസ് ചെയ്യുക, അങ്ങനെ ഒരു വീടൊക്കെ ഉണ്ടാക്കുന്ന പോലെ ആയിരുന്നു ചെയ്തത്. അപ്പോൾ കുറച്ച് ഒരു എന്താ പറയുക, ഒറ്റ പ്രാവശ്യം ഇരുന്ന് ചെയ്തതല്ല. നമ്മൾ ഒരു പ്രാവശ്യം ഇരുന്ന് കുറച്ച് ചെയ്യും, പിന്നെ ഒരു പ്രാവശ്യം ഇരുന്ന് കുറച്ചുകൂടി ചെയ്യും, അങ്ങനെ മെല്ലെ മെല്ലെ ഉണ്ടാക്കിയതാണ്. പക്ഷെ അധികം സമയമൊന്നും എടുത്തില്ല. പക്ഷെ ഒരു 1 വീക്കിനുള്ളിൽ ഏകദേശം ഒരു ഡ്രാഫ്റ്റായി. ഇങ്ങനെയാണ് തട്ടത്തിൽ നല്ല സോങ് ഉണ്ടായത്. പിന്നെ അതിൽ കുറേ മാറ്റം വന്നു. നമ്മൾ ഈ പറഞ്ഞ പോലെ ലിറിക്സൊക്കെ ഒരു മൊത്തം സ്ക്രാച്ച് ഉണ്ടായതിനു ശേഷം പിന്നെ അതിൽ ചില വേർഡ്സ് മാറ്റി, അങ്ങനെ കുറച്ച് ഇങ്ങനെ റിഫൈൻ ചെയ്ത് വന്ന് കുറച്ച് എൻജോയ് ചെയ്ത ഒരു പരിപാടിയായിരുന്നു. എന്താണെന്ന് വെച്ചാൽ സമയമെടുത്ത് ചെയ്തുകൊണ്ടേ നമ്മൾ ചില സാധനങ്ങൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പിന്നെ മാറ്റി ലിറിക്സ് മാറ്റും, അല്ലെങ്കിൽ മെലഡി മാറ്റണം തോന്നി അത് മാറ്റും, അങ്ങനെയൊക്കെ ചെയ്തതാണ്. അതുകൊണ്ട് ഒരു നല്ല രസമുള്ള പരിപാടിയായിരുന്നു തട്ടത്തിൽ. ഒരുപാട് പേർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്ന, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു സോങ്ങാണ് ഇത്. എനിക്കൊന്നും അത്യാവശ്യം എല്ലാവരിലേക്കും എത്തിയിട്ടുണ്ട് അന്ന് കമ്പോസ് ചെയ്ത ടൈമിൽ വിചാരിച്ചത് ഇത്രയും ഈ ഒരു വൈഡ് റേഞ്ചിൽ തന്നെ ഈ പാട്ട് എല്ലാവരിലേക്കും എത്തുമെന്നൊക്കെ. ഇല്ല, ഞാൻ എൻ്റെ മനസ്സിലുണ്ടായെന്ന് വെച്ചാൽ ഈ പാട്ട് കേട്ടിട്ട് ആൾക്കാർ ഒന്നെങ്കിലും ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല. ഞാൻ ഇത്ര എക്സ്പെക്ട് ചെയ്തിട്ടില്ല. പിന്നെ എനിക്കൊന്ന് യൂട്യൂബിലൊക്കെ കമൻറ്റ് കുറേ വന്നതെന്ന് വെച്ചാൽ എനിക്ക് ഈ പാട്ടുകളുടെ സമയത്ത് എൻ്റെ പണ്ടത്തെ കാവ്യ ഓർമ്മ വന്നു, അല്ലെങ്കിൽ പണ്ടത്തെ സ്കൂൾ കാലം ഓർമ്മ വന്നു, നൊസ്റ്റാൾജിയ വന്നു, ഇങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷെ ഇതൊന്നും ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടില്ല. ഇതൊക്കെ ആൾക്കാർ പറയുമ്പോൾ എനിക്ക് പക്ഷെ ഒന്നും ഫീൽ ചെയ്യുന്നില്ല കേട്ടോ. പാട്ട് കേട്ട് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ പ്രത്യേകിച്ച് ഒരു നൊസ്റ്റാൾജിയോ അല്ലെങ്കിൽ പഴയ ആൾക്കാരെ അങ്ങനെയൊന്നും ഓർമ്മ വന്നിട്ടില്ല. പക്ഷെ കുറേ ആൾക്കാരെ കേട്ടിട്ട് എനിക്ക് ഇങ്ങനെയൊക്കെ ഓർമ്മ വന്നൊക്കെ പറഞ്ഞ സമയത്ത് ഞാനിങ്ങനെ വണ്ടറേ ഓക്കെ എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള മനസ്സിലായി. എൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് വെച്ചാൽ ഇത്
മറ്റുള്ള ആൾക്കാർക്ക് ഇഷ്ടപ്പെടുക എന്നുള്ളതായിരുന്നു. ഞാൻ എനിക്ക് വേണ്ടിയിട്ടൊന്നുമല്ല പാട്ടുണ്ടാക്കുക, അതായത് എനിക്ക് വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ പാട്ടുണ്ടാക്കാറില്ല. മറ്റുള്ള ആൾക്കാരെ കേൾക്കാൻ വേണ്ടിയിട്ടാണ് പാട്ടുണ്ടാക്കുന്നത്. പ്രത്യേകിച്ച് വേറെ ആൾക്കാർ കേട്ടിട്ട് അവർക്ക് അതിൽ നിന്ന് എന്തെങ്കിലും ഒരു നൊസ്റ്റാൾജിയ, ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു ഫീലിങ്സ് വന്നു എന്ന് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം. പ്രത്യേകിച്ച് ഞാൻ അങ്ങനെ ഭയങ്കരമായിട്ടൊന്നും എക്സ്പെക്ട് ചെയ്തിട്ടില്ല. അത് ഇപ്പോഴും അങ്ങനെ ഭയങ്കര ഹിറ്റായിരുന്നോ അല്ലെങ്കിൽ ഭയങ്കര സംഭവമായിരുന്നോ ഞാൻ വിചാരിക്കുന്നില്ല. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നില്ല. പക്ഷേ കുറേ ആൾക്കാർ കേട്ടിട്ട് നല്ല അഭിപ്രായം പറയുന്നുണ്ട്. വെരി ഹാപ്പി. ഈ പാട്ട് ശ്രീഹരി തന്നെ പാടാമെന്ന് തീരുമാനിച്ചത് എന്തുകൊണ്ടായിരുന്നു? ഇത് ആക്ച്വലി കുറച്ച് ആൾക്കാരെ കൊണ്ട് പാടിപ്പിച്ചെന്ന് വെച്ചാൽ സ്റ്റുഡിയോ റെക്കോർഡിങ്സ് ചെയ്തിട്ടില്ല. അയച്ചു കൊടുത്തിട്ട് ഒന്ന് പഠിത്തരോ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് സിംഗേഴ്സിനെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അവരൊക്കെ നന്നായി പാടി. പക്ഷേ ഡയറക്ടർക്ക് ആക്ച്വലി ഇതിൻ്റെ വിഷ്വലി ആക്ച്വലി കുട്ടികളെ ഒരു പരിപാടിയാണ്, കുട്ടിക്കാലമാണ് കാണിക്കുന്നത്. അപ്പോൾ ഭയങ്കര മെച്യൂർഡ് വോയിസ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ വർക്കാവല്ലോ എന്ന് തോന്നി. പിന്നെ ഇതിൻ്റെ ട്രാക്ക് ആക്ച്വലി ഞാൻ കമ്പോസ് ചെയ്തുകൊണ്ട് ഞാൻ തന്നെയാണ് പാടിയത് ട്രാക്ക് പരിപാടിയൊക്കെ. അപ്പോൾ എൻ്റെ സൗണ്ടിൽ ഇത് ഇവർക്ക് കേട്ടിട്ട് ഇവർക്കിത് ഭയങ്കര ഇഷ്ടമായി. എൻ്റെ വോക്കൽ അവർക്ക് അതിൽ വർക്കായി. അങ്ങനെ പിന്നെ ഞാൻ തന്നെ പാടിയതാണ്. ഞാൻ തന്നെ പാടണമെന്ന് ഒരു പ്ലാനേ ഉണ്ടായിരുന്നില്ല. ഓരോ സിംഗേഴ്സിനൊക്കെ വെച്ച് ട്രൈ ചെയ്തു. അവർ പാടിയതൊക്കെ ഭയങ്കര രസമായിരുന്നു. പക്ഷെ വിഷ്വലിലേക്ക് വരുന്ന സമയത്ത് ഷംസുഖക്കും കുറച്ച് കുട്ടികളുടെ ഒരു പരിപാടി അല്ലെങ്കിൽ ആ ഒരു സംഭവം വേണമെന്നുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ എൻ്റെ വോക്കൽ തന്നെ വെച്ച്. എൻ്റെ സൗണ്ട് പ്രത്യേകിച്ച് എനിക്ക് വലിയ ഇഷ്ടമല്ല. എൻ്റെ സൗണ്ട് കേൾക്കാൻ എനിക്ക് അത്ര താല്പര്യമില്ല. അതുകൊണ്ട് അല്ലെങ്കിലൊന്നും ഞാൻ ചെയ്യുന്ന പാട്ടിൽ എവിടെയെങ്കിലും എൻ്റെ സൗണ്ട് ഉണ്ടാവും. ഞാൻ എന്തെങ്കിലുമൊക്കെ പ്രൊഡക്ഷൻ ചെയ്യുന്ന സമയത്തൊക്കെ ബാക്കിൽ ഏതെങ്കിലും സൈഡിലൊക്കെ സൗണ്ട് എവിടെയെങ്കിലൊക്കെ വെക്കും. അപ്പോൾ അത് ഈ പടത്തിലെ എല്ലാ പാട്ടിലും ഉണ്ട്. ഇത് ഞാൻ പാടിയെന്ന് പറയുന്ന സമയത്ത് എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഒരു എക്സൈറ്റ്മെൻ്റ് ഒന്നും വന്നിട്ടില്ല. എനിക്കത് വേറെ ആൾക്കാരുടെ സൗണ്ട് കേൾക്കണം എന്ന് തന്നെയായിരുന്നു ആഗ്രഹം. പക്ഷേ പടത്തിൽ ഈ പറഞ്ഞ പോലെ എൻ്റെ സൗണ്ടായിരുന്നു അങ്ങനെയാണ് വേണ്ടതെന്ന് അവരും കൂടി പറഞ്ഞ സമയത്ത് ഓക്കെ, അങ്ങനെ എൻ്റെ സൗണ്ട് വെച്ചത്. നമുക്ക് വേണ്ടിയിട്ടും കൂടെ പാട്ടൊന്ന് പാടാലോ. തട്ടത്തില് തക്കത്തില് തന്നിട്ട് പോയതിന്ത്, നെഞ്ചിൻ വിജാഗിരി തള്ളി തുറന്നിട്ട് പഞ്ചാര ചാക്കുകൾ തട്ടി മറിച്ചിട്ട് തക്കത്തില് തട്ടത്തില് തന്നിട്ട് പോയതിന്ത്, കാറ്റില് വാസന കാതലിൻ വാസന, ലാഞ്ചന ലാഞ്ചന നെഞ്ചിലാലോചന. താങ്ക് യു. നേരത്തെ പറഞ്ഞില്ലേ ഈ പാട്ടിന്റെ രണ്ടുപേര് ലിറിക്സ് എഴുതി ബാക്കി ചെയ്തു, കമ്പോസ് ചെയ്തു. ഇപ്പൊ യൂഷ്വലി അങ്ങനെയാണോ പാറ്റേൺ പോകുന്നത്? ചില ഈ കമ്പോസ് ചെയ്യുന്നവർ പറഞ്ഞിട്ടുണ്ട് ഒന്നെങ്കിൽ അവർക്ക് സ്റ്റാർട്ടിങ് ലിറിക്സ് ഫുള്ള് വെക്കുക, അല്ലെങ്കിൽ ഒരു ട്യൂൺ കമ്പോസ് ചെയ്ത് വെച്ചിട്ട് അതിനനുസരിച്ച് ലിറിക്സ് മെർജ് ചെയ്യുക. അപ്പം ശ്രീഹരിയുടെ ഒരു കമ്പോസിഷൻ ഒരു ഞാൻ രണ്ടും ചെയ്യാറുണ്ട്. രണ്ടും ചെയ്യണമെന്ന് വെച്ചാൽ എനിക്ക് കൂടുതൽ ഇഷ്ടം ലിറിക്സ് കിട്ടി കമ്പോസ് ചെയ്യണം. ഒരു മെലഡി ഉണ്ടാക്കി ഹം ചെയ്ത് കൊടുത്ത് ലിറിക്സ് വരുന്നതിനേക്കാളും ഇഷ്ടം ഐ പ്രിഫർ മറ്റേ സാധനം, അതായത് ലിറിക്സ് എഴുതി തന്നതിന് ശേഷം കമ്പോസ് ചെയ്യാന്നുള്ളതാണ്. ആ രണ്ട് പ്രോസസ്സും ലിറിക്സ് എഴുതി കമ്പോസ് ചെയ്യുമ്പോൾ എനിക്ക് ഫീൽ ചെയ്ത് കുറച്ചും കൂടി ഒറിജിനലായിട്ട് തോന്നാറുണ്ട്. നമ്മൾ ഹം ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും പാട്ടൊക്കെ ഇടയ്ക്ക് കയറി വരും, നമ്മൾ അങ്ങനെ ആയിരിക്കും ഹം ചെയ്യുക. അപ്പോൾ പാടി പോകുന്ന സമയത്ത് ചിലപ്പോൾ ഏതെങ്കിലും നമ്മൾ കേട്ടോണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഏതെങ്കിലും പാട്ടിൻ്റെ മെലഡി പോർഷനൊക്കെ അതിൽ കയറി വരും. എല്ലാവർക്കും വരുമെന്ന് അറിയില്ല, പക്ഷെ എനിക്ക് വരാറുണ്ട്. അതുകൊണ്ട് ഞാൻ അധികം പ്രിഫർ ചെയ്യുക ലിറിക്സ് ചെയ്ത് തന്ന് കമ്പോസ് ചെയ്യാന്നുള്ളത്. അതിൽ എനിക്ക് തോന്നുന്നത് ഞാൻ മണിയറൽ അശോകനിൽ ഓട് എന്നുള്ള ട്രാക്ക് ലിറിക്സ് കിട്ടിയതിന് ശേഷം കമ്പോസ് ചെയ്ത. അതിൽ മൊഞ്ചത്തിപ്പെണ്ണെ ഉണ്ണിയമായ എന്നൊരു ട്രാക്കുണ്ട്, അത് ലിറിക്സ് വന്നതിന് ശേഷം കമ്പോസ് ചെയ്തതാണ്. തട്ടത്തിൽ ആക്ച്വലി ഇങ്ങനെയാണ് ചെയ്തത്, ലിറിക്സ് എഴുതി, അതായത് ലൈവായി ലിറിക്സ് എഴുതി അങ്ങനെ കമ്പോസ് ചെയ്തതാണ്. പിന്നെ ഇതിൽ ബാക്കി ട്രാക്കൊക്കെ മെലഡി ഉണ്ടാക്കിയതിന് ശേഷം ലിറിക്സ് എഴുതിയതാണ്. അതിൽ കമ്മ്യൂണിസ്റ്റ് വെച്ചാന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ. അതിൽ എല്ലാ പാട്ടും ഒരുവിധം 4 പാട്ടും 5 ട്രാക്ക് ഉണ്ടാവും. അതിൽ 4 ലിറിക്സ് വന്നതിന് ശേഷം കമ്പോസ് ചെയ്തതാണ്. എനിക്കിഷ്ടം ലിറിക്സ് എഴുതി കമ്പോസ് ചെയ്യുന്ന, അത് കുറച്ചും കൂടി എനിക്ക് കുറച്ച് കംഫർട്ട് അതാണ്. ഈ മണിയറയിൽ അശോകൻ കഴിഞ്ഞിട്ട് കുറച്ചൊരു ബ്രേക്ക് വന്നിരുന്നു, എന്നിട്ടാണ് കമ്മ്യൂണിസ്റ്റ് വെച്ച, പിന്നെ ഇപ്പം അഭിലാഷം. ഒരു ബ്രേക്ക് വന്നത് ഇന്റൻഷനലി ബ്രേക്ക് എടുത്തതാണോ അതോ? ബ്രേക്ക് എടുത്തോന്നല്ല, അത് മണിയറൽ അശോകൻ ഇറങ്ങിയതൊരു ആ സമയം ആക്ച്വലി അറിയാലോ, അത് കൊറോണ സമയത്ത് ഇറങ്ങി. അതിനകത്ത് ഇറങ്ങിയതിന് ശേഷം പിന്നെ ആക്ച്വലി കുറേ നാൾ ആരും ഫിലിംസ് ആക്ച്വലി ചെയ്തത് തന്നെ വളരെ കുറവായിരുന്നു. ആ സമയത്ത് ഞാൻ കൂടുതലും അഡ്വർടൈസ്മെൻറ്റ്സാണ് ചെയ്തത്. 2021
22 വരെയൊക്കെ കുറേ അഡ്വർടൈസ്മെൻറ്റ്സും പിന്നെ വേറെ മ്യൂസീഷ്യൻസിന് വേണ്ടി വർക്ക് ചെയ്യും, പ്രോഗ്രാമറായിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ അങ്ങനെ പിന്നെ വന്ന ഫിലിംസ് ആക്ച്വലി അങ്ങനെ എൻക്വയറി വന്നത് കുറച്ച് പരിപാടികളൊന്നും നടന്നില്ല. ഈ കൊറോണ കാരണം തന്നെ കുറേയൊക്കെ ബ്രേക്കായി. പിന്നെയാണ് ഈ ഒരു ആന്തോളജി ചെയ്തത്, മധുരം ജീവാമൃത ബിന്ദു എന്ന് പറഞ്ഞിട്ടൊരു ആന്തോളജി ഉണ്ടായിരുന്നു. 4 ഡയറക്ടേഴ്സ് 4 സെഗ്മെൻ്റൊക്കെ ആയിട്ടുള്ള, അത് റിലീസാകാൻ പോകുന്നേ ഉള്ളൂ. പിന്നെ പിന്നെയാണ് കമ്മ്യൂണിസ്റ്റ് വെച്ചാൽ. അപ്പോൾ ബ്രേക്ക് എന്ന് പറയുന്നത് എനിക്ക് ബ്രേക്ക് എടുക്കാൻ ഇഷ്ടം ഒന്നുമില്ല. എനിക്ക് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇഷ്ടം. അത് ചിലപ്പോൾ വെറുതെ വരെ കുറച്ച് ദിവസമൊക്കെ വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോൾ തന്നെ എനിക്ക് ഒരു ഇറിറ്റേഷൻ ആവും. വർക്ക് ചെയ്തുകൊണ്ടിരിക്കാനാണ് എനിക്ക് ഇഷ്ടം. ബ്രേക്ക് പർപ്പസ്ഫുള്ളി എടുത്തതല്ല, സിറ്റുവേഷൻ അങ്ങനെ ആയിരുന്നു, അതുകൊണ്ട് സംഭവിച്ചത്. ഈ മുൻപൊക്കെ ഈ പാട്ട് പാടി യൂട്യൂബിൽ കുറേ വീഡിയോസ് ഞാൻ കണ്ടു, പാടി തന്നെ കവർ വേർഷൻസ് പാടിയിടുന്നത്. അപ്പോൾ ഈ പാട്ടുകാരനിൽ നിന്നും ഒരു കമ്പോസർ എന്നതിലേക്ക് മാറിയതാണോ അതോ മുൻപ് തന്നെ കമ്പോസിങ് ആയിരുന്നോ താല്പര്യം? ഞാൻ ആക്ച്വലി ഒരു സിംഗറാണെന്ന് എനിക്ക് പറയാൻ ധൈര്യമില്ല. എന്നുവെച്ചാൽ ഞാൻ നല്ലൊരു സിംഗറല്ല, വളരെ കുറേ ലിമിറ്റേഷൻസ് ഉള്ള ഒരു സിംഗറാണ്. സിംഗർ എന്ന് തന്നെ പറയുകയാണെങ്കിൽ ഞാൻ പറയും ഞാൻ ഭയങ്കര ലിമിറ്റേഷൻസ് ഉള്ള സിംഗറാണ്. അങ്ങനെ തോന്നാൻ കാരണം അത് കുറേ കാരണങ്ങളുണ്ട്. ഒരു നല്ല സിംഗറല്ല ഞാൻ എന്തായാലും. ഒരു പ്രൊഫഷണൽ സിംഗറാണോ എന്ന് ചോദിച്ചാൽ ഒട്ടുമല്ല. പാടും, വെറുതെ പാടും. അതിലൊരു സിംഗറിന് വേണ്ട ക്വാളിറ്റി ഒന്നും എൻ്റെ സിംഗിങ്ങിലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പിന്നെ ഈ എനിക്ക് കമ്പോസിങ് തന്നെ ഇഷ്ടം. ഞാൻ 6th സ്റ്റാൻഡേർഡ് പഠിക്കുമ്പോൾ കമ്പോസിങ് ചെയ്തു തുടങ്ങണം. അതൊരു പ്രോപ്പർ എക്യുപ്മെന്റ്സ് ഒന്നും ഒന്നുമില്ല. അത് കമ്പോസിങ് എന്ന് പറയാം. എൻ്റെ അച്ഛൻ ലിറിക്സ് ഒക്കെ എഴുതും. അച്ഛൻ സ്കൂൾ ടീച്ചറായിരുന്നു, റിട്ടയറായി. അച്ഛൻ ഈ പോയം ലളിതഗാനങ്ങളൊക്കെ എഴുതും. അപ്പോൾ അച്ഛൻ എഴുതി ലളിതഗാനം കമ്പോസ് ചെയ്തിട്ടായിരുന്നു ഞാൻ ഇത് ചെയ്തു തുടങ്ങി 6th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന സമയത്ത്. പിന്നെ ഞാനിങ്ങനെ അത് എന്താ പറയുക, എന്നെ ട്രിഗർ ചെയ്തു നല്ല രീതിയിൽ കമ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു അങ്ങനെ. പിന്നെ അത് നല്ല അതിലെന്തോ ഇൻട്രസ്റ്റ് ഉണ്ടായതുകൊണ്ടായിരിക്കും ഞാൻ പിന്നെയും കമ്പോസ് ചെയ്തുകൊണ്ട് പോയത്. അച്ഛൻ ഓരോന്ന് എഴുതി തരുന്ന സമയത്ത്. പിന്നെ അത് ഞാൻ അതിനെപ്പറ്റി സീരിയസ് ആയി എടുത്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ ഒരു 12th സ്റ്റാൻഡേർഡൊക്കെ പഠിക്കുന്ന സമയത്ത് ആണ് ഞാൻ ഈ ഫേസ്ബുക്കൊക്കെ ആ സമയത്ത് ഞാൻ ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു. അങ്ങനെ ഞാൻ ഈ ഫിലിമിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഫോളോ ചെയ്യണം, ഈ ഫ്രണ്ട്സ് ആയിട്ട് അതിൽ റിക്വസ്റ്റ് ഒക്കെ അയക്കുമല്ലോ, അതൊക്കെ ചെയ്ത് ഇവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്ത് തുടങ്ങി. അങ്ങനെ ഇതിൽ കുറേ മ്യൂസിക് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞൊരു ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടെന്ന് മനസ്സിലായി. ഒരു പാട്ട് ഉണ്ടാക്കണമെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നൊക്കെ മനസ്സിലായി. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, സായി എന്ന് പറഞ്ഞിട്ട്. പുള്ളി ഇവിടെ സ്റ്റുഡിയോയിൽ വർക്ക് ചെയ്യുക, കൊച്ചി മൈ സ്റ്റുഡിയോയിൽ വർക്ക് ചെയ്യുക. അങ്ങനെ സായേട്ടൻ സൗണ്ട് എഞ്ചിനീയറിങ് ചെയ്ത് ആ സമയത്ത് ഇങ്ങനെ അവരുടെ അടുത്തൊക്കെ ചോദിച്ച് ഇങ്ങനെ എന്താണ് ഇതിൻ്റെ ബേസിക് പരിപാടി എന്നൊക്കെ മനസ്സിലാക്കി. അങ്ങനെ അപ്പോഴും എൻ്റെ ഇഷ്ടം കമ്പോസ് ചെയ്യുക. ഞാൻ കമ്പോസ് ചെയ്യുന്നു, അത് പ്രൊഡ്യൂസ് ചെയ്യുന്നു. സിനിമ ചെയ്യാമെന്നുള്ള ഒരാഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, നടക്കുന്നൊന്നും അറിയില്ല. അങ്ങനെ ഒരു പ്രതീക്ഷയോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക, അതിനെപ്പറ്റി ഞാൻ അങ്ങനെ കൂടുതലായി ചിന്തിച്ചിട്ടില്ല. പക്ഷെ ഒരു സിനിമ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോഴും പാട്ട് പാടുക, സിംഗർ ആവാമെന്നുള്ള ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ഒരു കമ്പോസിങ് എന്നുള്ളത് ഭയങ്കര സീരിയസ് ആയിട്ട് തന്നെ എടുത്തു തുടങ്ങി. എൻ്റെ മൈൻഡിൽ ഞാൻ ഭയങ്കര സീരിയസ് ആയിട്ട് ചിന്തിച്ചു തുടങ്ങി, ഇതിലെന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം. അങ്ങനെ പിന്നെ ഞാൻ അതിന് പിന്നാലെ കുറച്ച് നടന്നു അത് ചെയ്യണം എന്നില്ല ആ ഒരു മൈൻഡിൽ തന്നെ കുറച്ച് കാലം നടന്നു. അങ്ങനെ ഞാനൊരു കമ്പോസർ ആയതാണെന്ന് തോന്നുന്നു. അങ്ങനെ പ്ലാൻ ചെയ്തിട്ടൊന്നുമില്ല. പക്ഷെ എനിക്ക് കമ്പോസ് ചെയ്യണമെന്ന് മാത്രമായിരുന്നു ആഗ്രഹം, സിംഗർ ആവണമെന്ന് ഒരിക്കലും ആഗ്രഹം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ബേസിക്കലി എൻ്റെ ഉള്ളിലുള്ളത് എപ്പോഴും ഒരു കമ്പോസറായി നിൽക്കുക എന്നുള്ളതാണ്. ആദ്യമായിട്ട് കമ്പോസ് ചെയ്ത സോങ് ഏതായിരുന്നു? ഫുൾ എക്യുപ്മെന്റ്സും എല്ലാം വെച്ച് കമ്പോസ് ചെയ്ത? അങ്ങനെ ചെയ്ത എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. ചെറിയ പ്രായത്തിൽ സ്കൂളിൽ പഠിക്കുമ്പോൾ ആ സമയത്തൊന്നും ഞാൻ പ്രൊഡ്യൂസ് ചെയ്തില്ല, അന്ന് പ്രൊഡ്യൂസ് ചെയ്യാൻ അറിയില്ല. ആ സമയത്ത് വെറുതെ കമ്പോസ് ചെയ്യുക, ഈ വീട്ടിലെ ലാപ്ടോപ്പ് മൈക്കൊക്കെ വെച്ചിട്ട് വെറുതെ അതിലൊരു സോഫ്റ്റ്വെയർ ആണ്, അതിലൊക്കെ റെക്കോർഡ് ചെയ്യുക, അങ്ങനെയുള്ള പരിപാടി മാത്രമേ ഉള്ളൂ. ഈ കാരോക്കെ ഡൗൺലോഡ് ചെയ്യും, അതിൻ്റെ ബാക്കിലേക്ക് പാടുക, അത് എക്സ്പോർട്ട് ചെയ്യുക, അതായിരുന്നു അന്നത്തെ പരിപാടി. അല്ലാണ്ട് നമ്മൾ ട്രാക്സൊക്കെ വെച്ച് പ്രൊഡ്യൂസ് ചെയ്യുന്ന അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല, അറിയില്ല ചെയ്യാൻ. അങ്ങനെയാണ് എൻ്റെ ഒരു സംഭവം. ഇതിൻ്റെ ഈ പ്രൊഡക്ഷനൊക്കെ പഠിച്ചത് എങ്ങനെയായിരുന്നു? പ്രൊഡക്ഷൻ ഞാൻ ഡിഗ്രി ചെയ്യുന്ന സമയത്ത് ഒരു സെമിസ്റ്റർ ഗ്യാപ്പിലൂടെ കൊച്ചിയിൽ NHQ എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട് പനമ്പള്ളിയാറ്, അവിടെ നിന്ന് ഒരു ഷോർട്ട് ടേം കോഴ്സ് ചെയ്തു പ്രൊഡക്ഷൻ്റെ. പക്ഷെ അത് ആക്ച്വലി 3 മാസത്തെ കോഴ്സായിരുന്നു. ഞാനത് 1 മന്തിൽ കംപ്ലീറ്റ് ചെയ്ത് പോയതാണ്. ഒരു ഡിഗ്രീൻ്റെ ഗ്യാപ്പ് എന്ന് പറയുമ്പോൾ 1 മന്ത് ഗ്യാപ്പേ ഉണ്ടാവുള്ളൂ. ആ സമയത്ത് വന്നിങ്ങനെ പഠിച്ച് പോയി. പിന്നെ ഫ്രണ്ട്സിനൊക്കെ അടുത്ത് ചോദിച്ച് ഇങ്ങനെ പഠിച്ച് ഓരോന്നിങ്ങനെ പ്രാക്ടീസൊക്കെ ചെയ്ത് അങ്ങനെ പ്രൊഡക്ഷനിലേക്ക് ഞാൻ കുറച്ച് വന്നത്. അതും ഒട്ടും പ്ലാൻഡ് ആയിരുന്നില്ല. ഞാൻ വേറൊരാൾക്ക് വേണ്ടി മ്യൂസിക് പ്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുന്ന ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. അതും ഗ്രാജുവലി ഇങ്ങനെയൊക്കെയോ സംഭവിച്ചു പോയി. അതൊന്നും പ്ലാൻഡ് ആയിരുന്നില്ല, എല്ലാം ഒരു ഫ്ലോയിൽ അങ്ങ് വന്നതാണ്. കൂടുതൽ ഈ മെലഡി ട്രാക്സിനോട് ആണോ താല്പര്യമുള്ളത്? അല്ല,
ചെയ്തിട്ടുള്ളതിൻ്റെ ഒരു പാട്ട് എനിക്കൊന്ന് കമ്മ്യൂണിസ്റ്റ് പച്ചയിൽ ഒരു സോങ് ഉണ്ട്, മെലഡിയിൽ നിന്ന് മാറിയിട്ടുള്ളൊരു ട്രാക്ക്. ബാക്കിയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കൂടുതലും ഒരു മെലഡി ടൈപ്പാണ് വരുന്നത്. അതെനിക്ക് വന്നത് അങ്ങനത്തെ ആയതുകൊണ്ടാണ്. ആക്ച്വലി എനിക്ക് ഈ ഫീൽ ഗുഡ് ചെയ്ത് മടുത്തു ശരിക്കും പറഞ്ഞാൽ. ഈ വരുന്ന അഡ്വർടൈസ്മെൻറ്റ്സ് ഫീൽ ഗുഡ്, എല്ലാം ഫീൽ ഗുഡാണ്. അതായത് നന്മ, സങ്കടം, പിന്നെ കുറച്ച് സന്തോഷം, പ്രേമം, ഒരു അഗ്രഷൻ സാധനങ്ങളൊന്നും ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല. കമ്മ്യൂണിസ്റ്റ് ഒരു ട്രാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത്ര അഗ്രഷൻ അല്ലെങ്കിലും കുറച്ച് ഇതുവരെ ചെയ്തതിന് കുറച്ച് ഒരു മാറി നിൽക്കുന്ന ഒറ്റ ട്രാക്ക് അത് മാത്രമേ ഉള്ളൂ. എൻ്റെ ഒരു ഏരിയ എന്ന് പറയുന്നത് അങ്ങനെ ആ ഒരു എന്താ പറയുക, സ്റ്റീരിയോ ടൈപ്പ് ചെയ്യാന്നൊക്കെ പറയുന്നത്, അങ്ങനെ ഒരു ആഗ്രഹം എനിക്കില്ല. അതായത് ഇന്നത് മാത്രമേ ചെയ്യൂ, അല്ലെങ്കിൽ അതാണ് ഇഷ്ടം എന്നില്ല, എനിക്കെല്ലാം ചെയ്യണം എന്നാണ്. അതുകൊണ്ട് പിന്നെ കുറേ ആൾക്കാർ അങ്ങനെ വിചാരിക്കുന്നുണ്ട്, അതായത് ഇത് ശ്രീഹരിക്ക് പറ്റിയ സാധനമാണ്, എനിക്കങ്ങനെ കേൾക്കുന്നത് ഇഷ്ടമല്ല, എല്ലാം ചെയ്യണം എന്നുണ്ട്. ഈ പറഞ്ഞ പോലെ എനിക്ക് വരുന്ന പ്രോജക്ട്സും ബാക്കി കാര്യങ്ങളൊക്കെ ആ ഒരു മൂഡായതുകൊണ്ട് അത് ചെയ്യുന്നേ ഉള്ളൂ. ഒരു അഭിലാഷം എന്നുള്ള പടത്തിൽ ഒരിക്കലും ഒരു തമാശ പോലത്തെ തമാശ മൂഡിലുള്ള ഒരു സോങ്, തമാശ മീൻസ് ഫണ്ണായിട്ടുള്ളൊരു സോങ് ചെയ്ത് പ്ലേസ് ചെയ്യേണ്ട സ്പേസ് അതിലില്ല. അതുകൊണ്ട് അത് ചെയ്യുന്നില്ല. അതിന് വേണ്ട സാധനം എന്താണെന്ന് അവർ പറയുമ്പോൾ അത് ചെയ്തു കൊടുക്കും. സിനിമയല്ല, അപ്പോൾ അവർ പറഞ്ഞ സാധനം ചെയ്തു കൊടുക്കാൻ പറ്റും. പിന്നെ ഉള്ള സ്പേസ് എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻറ്റ് ട്രാക്ക് ചെയ്യാന്നുള്ളത്. എൻ്റെ ഫോക്കസ് എപ്പോഴും സിനിമ ചെയ്യാന്നില്ല. അതുകൊണ്ട് ഇൻഡിപെൻഡൻറ്റ് ട്രാക്കിന് വേണ്ടി സമയം സ്പെൻഡ് ചെയ്യാനുള്ള, അതിനുവേണ്ടി ഒരു എഫേർട്ട് ഇടാൻ ഭയങ്കര ജെന്യൂനായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല ചില സമയത്ത്. അതുകൊണ്ട് മാത്രം ഇൻഡിപെൻഡൻറ്റ് ട്രാക്ക് ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ. പക്ഷേ ഈ എൻ്റെ ഇഷ്ടം എന്ന് പറയുന്നത് അങ്ങനെ ഇന്നത് അങ്ങനെയൊന്നുമില്ല, എല്ലാം ചെയ്യണം എന്നാണ്. എൻ്റെ അതൊരു പ്രശ്നമായി തോന്നിയിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. ഇപ്പോൾ എല്ലാ ആൾക്കാരും വിചാരിക്കുക ഇത് അവനെ കൊണ്ട് അതേ പറ്റുമെന്നുള്ള ഒരു തോട്ട് ഉണ്ടോ എന്നുള്ളൊരു സംശയം ഇപ്പോൾ ചെറുതായിട്ട് അങ്ങനെ തോന്നുന്നുണ്ട്. ആ ഒരു പേടി ഹിറ്റ് ചെയ്ത് തുടങ്ങുന്നുണ്ടോ? അപ്പം അത് മാറ്റി പിടിക്കാനായിട്ട് അടുത്ത മൂവീസ് എന്തെങ്കിലും ഓണായോ? സംസാരിക്കുന്നുണ്ട്. അത് ഇനി അങ്ങനെ എന്തെങ്കിലും ഒന്ന് ചെയ്യണം. ഈ പറഞ്ഞ പോലെ ഭയങ്കര ജെന്റലായിട്ടുള്ള സാധനം, ഈ സോഫ്റ്റ് സാധനങ്ങൾ ചെയ്ത് കുറച്ച് മടുപ്പ് എന്ന് പറയാൻ പറ്റില്ല. ഐ വാണ്ട് ടു പ്രൂവ്, അതായത് ഇതും ചെയ്യാൻ പറ്റും എന്നുള്ളത്. കുറച്ച് ഈ തിയേറ്ററിലൊക്കെ ഇങ്ങനെ ഒരു ഓണം ഒരു പരിപാടി ചെയ്യും, സമയമുണ്ടല്ലോ ചെയ്യും. ഇപ്പൊ ഈ പാട്ടിന് വേണ്ടിയിട്ടും റെഫറൻസുകളൊക്കെ എടുക്കാറുണ്ടോ? ഞാൻ പാട്ട് 2 രീതിയിലാക്കി കേൾക്കും. ഞാൻ ആക്ച്വലി ഒരു ദിവസം ഒരു 1 മണിക്കൂർ 2 മണിക്കൂർ പാട്ട് കേൾക്കും. വളരെ തള്ളുന്നതല്ല, എന്തായാലും കേൾക്കും. കണ്ടിന്യൂസ് 1 മണിക്കൂർ. ഞാൻ വൈകുന്നേരമൊക്കെ നടക്കാൻ പോകും. അപ്പോൾ 1 മണിക്കൂർ നടക്കും. ഞാൻ ഇരുന്ന് പാട്ട് കേൾക്കും. അപ്പോൾ 2 രീതിയിലാണ് പാട്ട് കേൾക്കും. ഒന്ന് പഠിക്കാൻ വേണ്ടി കേൾക്കും, ഒന്ന് നമ്മൾ നോർമലി എല്ലാ ആൾക്കാരും എൻജോയ് ചെയ്യാൻ വേണ്ടി കേൾക്കുന്ന പോലെ കേൾക്കും. അപ്പോൾ എന്തായിരുന്നു ചോദിച്ചാൽ ഞാനത് വിട്ടുപോയി, സോറി. കുഴപ്പമില്ല. റെഫറൻസുകൾ റെഫറൻസ് എടുക്കാറുണ്ട്. ഈ ചില സമയത്ത് ഇവർ തന്നെ റെഫറൻസ് തരും, എല്ലാവർക്കും കൊടുക്കുന്ന പോലെ. ഇപ്പോൾ ഡയറക്ടർ റൈറ്റർ ആയാലും അവരെ ഒരു കഥ എഴുതുന്ന സമയത്തോ ഒരു സിറ്റുവേഷൻ ചിന്തിക്കുന്ന സമയത്ത് അവരുടെ മൈൻഡിൽ ഒരു സൗണ്ട് ഉണ്ടാവും. അത് ഇന്ന പോലത്തെ ഒരു പാട്ടായിരിക്കണം ഇവിടെ വേണ്ടതെന്നില്ല. ഓരോരോ ഇതുപോലത്തെ ഒരു മൂഡിലുള്ള സാധനം, അതേപോലെ തന്നെ കോപ്പി പേസ്റ്റ് ചെയ്യാനല്ല പറയാം, ഇതാണ് ടോട്ടൽ ഇതിൻ്റെ മൂഡ് എന്ന് പറയും. റെഫറൻസ് ഇരുന്ന് കേൾക്കും. അത് ഈ പറഞ്ഞ പോലെ കൺവിൻസിങ് ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ ആ ഒരു മൂഡൊക്കെ അതൊക്കെ ആലോചിച്ച് കേട്ട് അത് തന്നെ കോപ്പി പേസ്റ്റ് ചെയ്യില്ല. പക്ഷെ അത് കുറേ പ്രാവശ്യം കേട്ട് എന്താണ് ആ പാട്ടിൽ പോകുന്ന ഒരു മൂഡ് എന്നുള്ളത് ആലോചിച്ചിട്ട് അതിനോട് അടുത്ത് നിൽക്കാത്ത രീതിയിൽ എന്നാൽ അതേ മൂഡുള്ള രീതിയിൽ ചെയ്യാൻ നോക്കും. അല്ലെങ്കിൽ ഞാൻ തന്നെ കുറേ എനിക്കിഷ്ടമുള്ള കുറച്ച് പാട്ടുകൾ ഞാൻ സേവ് ചെയ്ത് വെക്കും. അതായത് മ്യൂസിക് റെഫറൻസ് എന്ന് പറഞ്ഞിട്ട്. ഇത് ചില മൂഡ്സിന് പറ്റിയ സാധനങ്ങൾ അതിലുണ്ട്, ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവർ ചില സിറ്റുവേഷൻ പറയുന്ന സമയത്ത് ഈ മൂഡ് എങ്ങനെ ഉണ്ടാവുമെന്ന് വെച്ചാൽ അവരെ കേൾപ്പിക്കും. ഈ ഒരു പാട്ട് റെഫറൻസ് വെച്ചാൽ എങ്ങനെ ഉണ്ടാവും, അത് ഓക്കെ ആണെങ്കിൽ അങ്ങനെ റെഫറൻസ് എപ്പോഴും ഉണ്ട്. അത് എല്ലാ കാര്യത്തിനും റെഫറൻസ് എടുക്കണം. എന്ന് വെച്ചാൽ അത് ഹെൽപ്പ് ചെയ്യും ഒരുപാട്. ക്രിയേറ്റീവായിട്ട് ചെയ്യുന്നതല്ലേ. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരാൾക്കാരെ ഇൻഫ്ലുവൻസോ മ്യൂസിക്കലി നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ചില സമയത്ത് ക്രിയേറ്റീവായിട്ട് ബ്ലോക്കൊക്കെ വരും ചെയ്യുന്ന സമയത്ത്. ഇതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളൊരു സംശയമൊക്കെ വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ അടുത്ത് എന്തെങ്കിലും ഹെൽപ്പ് ചോദിക്കും. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പാട്ടൊക്കെ കേട്ടിട്ട് ആ പാട്ടിൽ അവരെങ്ങനെ ആ സ്ഥലത്ത് ട്രീറ്റ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ചില പടങ്ങളെടുത്തിട്ട് ഈ ഞാൻ ചെയ്യുന്ന വർക്കുമായിട്ട് സാമ്യമുള്ള ഏതെങ്കിലും പടം എടുത്ത് അതിൽ ഈ രീതിയിൽ വരുന്ന സീൻ അതിലുണ്ടെങ്കിൽ ആ സീനിൽ എങ്ങനെ ആ മ്യൂസിക് ഡയറക്ടർ അവിടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിട്ടില്ല, എന്തൊക്കെ സ്റ്റൈലാണ് ചെയ്തിട്ടുള്ളതെന്ന് ആലോചിച്ച് നോക്കും, കണ്ടുനോക്കും. പിന്നെ റെഫറൻസ് എപ്പോഴും എന്നെ ഹെൽപ്പ് ചെയ്യാറുണ്ട്, റെഫറൻസ് എടുക്കാറുണ്ട്. ഈ ആദ്യത്തെ സിനിമ തിയേറ്ററിൽ എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടില്ലല്ലോ, ഡയറക്റ്റ് OTT റിലീസ് ആയിരുന്നു. അതിൽ ആ സമയത്തൊരു വിഷമം തോന്നിയിട്ടുണ്ടായിരുന്നു? വിഷമം ചെറുതായിട്ട്.
അല്ല അന്ന് മൊത്തം ശരിക്കും പറഞ്ഞാൽ ഭയങ്കര വിഷമമായിരുന്നു മൊത്തത്തിൽ. പടം ഇറങ്ങിയതിൽ ഭയങ്കര സന്തോഷമുണ്ട്. പക്ഷേ അതിൻ്റെ ഫസ്റ്റ് ഫിലിം ആക്ച്വലി എനിക്ക് കിട്ടിയ വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം ആ എന്തോന്ന് അതിൽ പാടിയ ആൾക്കാരൊക്കെ ഭയങ്കര, ദുൽഖർ പാടിയിട്ടുണ്ട്, ഹരിശങ്കർ പാടിയിട്ടുണ്ട്, ശ്രീറാം ശ്രീറാം പാടിയിട്ടുണ്ട്, സുജിത് സുരേഷൻ, പിന്നെ ഞാനും വേറെ 2 പാട്ട് പാടിയിട്ടുണ്ട്. നമ്മൾ ആ പടം ചെയ്യുന്ന സമയത്ത് ഇത് OTT ഇറങ്ങാൻ പോകുന്നൊന്നും അറിയില്ല. ഇത് തിയേറ്ററിൽ ചെയ്യുന്ന പടമാണെന്ന് വിചാരിച്ച അന്ന് കൊറോണ ഒന്നും ഇല്ലല്ലോ. അങ്ങനെ ഇത് പെട്ടെന്ന് വന്ന് അങ്ങ് പോയി, പടം വന്ന് അങ്ങ് പോയി. പാട്ട് ആക്ച്വലി യൂട്യൂബിലൊക്കെ കുറേ ആൾക്കാർ കണ്ട് കുറച്ച് റീച്ചൊക്കെ ആയതാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ എന്താ പറയണ്ട, എനിക്കൊന്ന് പ്രോപ്പറായി ലാൻഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള സംശയം ഉണ്ടായിരുന്നു എനിക്ക്. ആസ് എ മ്യൂസിക് ഡയറക്ടർ എന്നുള്ള രീതിയിൽ ഞാൻ ആ ഫിലിം കമ്മിറ്റ് ചെയ്ത സമയത്ത് എൻ്റെ മൈൻഡിൽ ഞാൻ ഇനി ഇതാണ് ഞാൻ ചെയ്യാൻ പോകുന്നതെന്നില്ല, ഞാൻ എൻ്റെ മൈൻഡിൽ ഉറപ്പിച്ചതാണ്. അതിന് മ്യൂസിക് ഡയറക്ടറായിട്ട് എനിക്ക് വർക്ക് ചെയ്യണം, ഇതാണ് എനിക്ക് പറ്റിയ പരിപാടി ഇതാണെന്നുള്ളത്. ആ പടം ഇറങ്ങിക്കഴിഞ്ഞാൽ അതിങ്ങനെ പോയ സമയത്ത് ഭയങ്കര ഡൗട്ടായിരുന്നു, അയ്യോ ഞാൻ പ്രോപ്പറായിട്ട് ലാൻഡ് ആയോ എന്നുള്ളത്. എന്തൊക്കെയോ ചെയ്ത് ആരോ വന്ന് പെട്ടെന്ന് കൊറോണ വന്ന് പോകുന്ന പോലെ പോയി, അങ്ങനെ ആയോ സംഭവിച്ചോ എന്ന് എനിക്ക് ഭയങ്കര തോന്നിയിട്ടുണ്ടായിരുന്നു. സങ്കടം എന്ന് പറയാൻ പറ്റുമോ, പക്ഷെ ഒരു വൃത്തിയായിട്ട ഒരു ഫീലിംഗ് ആയിരുന്നു അത്. പക്ഷെ അത് പിന്നെ ഗ്രാജുവലി പോയി, സംഭവിക്കാനുള്ള സംഭവിക്കല്ലോ, അതുകൊണ്ട്